ഹലോ ഗൈസ്, പൂനെയിൽ വന്നിട്ടൊരു കല്യാണം കൂടാന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ പിന്നെ പോവല്ലേ. വെറും കല്യാണമല്ല, മറാഠി കല്യാണം. ഞങ്ങളൊക്കെ ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാരാണ്. കല്യാണം എൻ്റെ പഴയ കമ്പനിയിലെ ഒരു കൊളീഗിൻ്റെയാണ്. കല്യാണം പൂനെയിലല്ല കേട്ടോ, മഹാരാഷ്ട്രയിൽ സാതാര ജില്ലയിൽ പടാലി എന്നൊരു കുഞ്ഞു ഗ്രാമത്തിലാണ്. പൂനെയിൽ നിന്ന് ഒരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. കല്യാണ ചെക്കിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ തലേന്നേ പുറപ്പെട്ടു. അങ്ങനെ സേഫ്ലി റീച്ചഡ്. സത്യം പറഞ്ഞ ഒരു ടിപ്പിക്കൽ ഗ്രാമം. കുറേ തിരക്ക് പിടിച്ച ആൾക്കാരുടെ ഇടയിൽ നിന്ന് ശാന്തമായൊരു സ്ഥലത്തേക്ക് വന്ന പോലെ. കുറേ നല്ല മനുഷ്യന്മാർ. ഇത് അവൻ്റെ അമ്മ. ഇവരുടെ ആതിഥ്യമര്യാദ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പൂനെയിൽ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റുകളായിരുന്നു. പൂനെയിലുള്ളവർക്കൊക്കെ മറാഠി മാത്രമല്ല, നല്ല രീതിക്ക് ഹിന്ദി പറയാനറിയാം. എന്നാൽ ഇവർക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. ഇവർ നല്ല പ്യുവർ മറാഠി മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മൊത്തം ആക്ഷൻ ആയിരുന്നു. കാരണം എനിക്ക് മറാഠി അറിയില്ല. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പോലെയല്ല, രാവിലെ എൻഗേജ്മെൻറ്റ്, ഉച്ചയ്ക്ക് ഹൽദി, ഈവനിങ് കല്യാണം. കേട്ടപ്പോൾ ഞാനും വിചാരിച്ചത് എന്തോന്ന്. പിന്നെ ചെക്കൻ്റെ റിലേറ്റീവ് ആരോ മരിച്ചിട്ട് ചടങ്ങൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല അത്ര. അതുകൊണ്ട് എല്ലാം വൺ ഡേ വെച്ചു എന്നാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ കൾച്ചർ, വേറെ പ്ലേസ് പരിചയപ്പെടാൻ കുറേ ആൾക്കാർ, അവിടുത്തെ രീതികൾ, ഭാഷ, ഫുഡ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ക്യൂരിയോസിറ്റിയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, കുറേ വർത്താനൊക്കെ പറഞ്ഞു. കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നേരം വെളുക്കാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ. അങ്ങനെ വളരെ ലേറ്റായി ഞങ്ങൾ കിടന്നു. നാളെ മാരേജ് ഡേ അടിച്ചു പൊളിക്കാൻ. അപ്പോൾ കല്യാണ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.